തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന്റെ മുന്നൊരുക്കം തുടങ്ങി കോൺഗ്രസ് MLA അൻവർ സാദത്ത് സ്വന്തം പേരിലുള്ള കേസുകളുടെ കണക്ക് തേടി DGPക്ക് കത്ത് നൽകി. തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനാണ് കേസ് വിവരങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാണ് അൻവർ സാദത്തിന്റെ കത്തിൽ. VV വിനോദുണ്ട്. വിനോദ്, സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ പാടില്ല, പാർട്ടി പ്രഖ്യാപിക്കുമെന്നുള്ള നിർദ്ദേശമുണ്ട് മുകളിൽ നിന്ന്, നമുക്കറിയാം. ഇവിടെയാണ് അൻവർ സാദത്തിനെ പോലെ സിറ്റിംഗ് MLA, മിക്കവാറും അൻവർ സാദത്ത് തന്നെ ആലുവയിൽ മത്സരിക്കും, മറ്റാരും അങ്ങനെ വന്ന് മത്സരിക്കാനുള്ള സാഹചര്യമില്ല. പക്ഷെ അപ്പോഴും ഇപ്പോഴത്തെ നീക്കത്തെ എങ്ങനെ കാണണം? രഞ്ജിത, തീർച്ചയായും ഇത് വലിയൊരു മുന്നൊരുക്കം തന്നെയാണ്. UDF അധികാരത്തിലെത്തുമെന്ന പ്രതീതി UDF ക്യാമ്പുകൾ അതിശക്തമായി വെച്ച് പുലർത്തുമ്പോഴാണ് ഈ സിറ്റിംഗ് MLA മാർ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ കേസുകളുടെ കണക്ക് തേടി പോലീസിനെ സമീപിക്കുന്നത്. സാധാരണ നിലയിൽ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷമാണ് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി കേസുകളുടെ എണ്ണമൊക്കെ ശേഖരിക്കുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഇവർ ഇപ്പോൾ ഈ കേസുകളുടെ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു, അതിന്റെ കണക്ക് തേടി പോലീസിനെ സമീപിക്കുന്നു. DGPക്കാണ് അൻവർ സാദത്ത് കത്ത് നൽകിയിരിക്കുന്നത്. രഞ്ജിത്ത്, അൻവർ സാദത്ത് MLA ആണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ മുന്നൊരുക്കമായി സ്വന്തം പേരിലുള്ള കേസുകളുടെ കണക്ക് തേടി DGPക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ആലുവയിൽ ആണ് അൻവർ സാദത്ത്, സിറ്റിംഗ് MLA ആണ് അൻവർ സാദത്ത് തന്നെ അവിടെ മത്സരിക്കാനുള്ള സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത്. മറ്റു വാർത്തയിലേക്ക് പോകണം. കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലർ KC ശോഭിതയ്ക്കെതിരെ DCC അധ്യക്ഷൻ പാറോപ്പടി പരാജയത്തിന്റെ പേരിൽ പാർട്ടിയിൽ ഒറ്റപ്പെടുത്താനും പുകച്ച് പുറത്തിയാടിക്കാനും ശ്രമമെന്ന ശോഭിതയുടെ FB പോസ്റ്റ് അനാവശ്യമെന്നാണ് DC അധ്യക്ഷന്റെ വാദം. തിരുത്തിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രവീൺ കുമാറിന്റെ മുന്നറിയിപ്പ്. ഈ ജില്ലയിലെ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത വിജയമാണ് ജില്ലയിലെ വിജയം. ആ വിജയത്തിന്റെ സൗന്ദര്യം കിട്ടുന്ന നടപടി ഒരാളുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. പാറോപ്പടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് എൻ്റെ ബാഗിൽ കിടക്കുകയാണ്. ഞാനിതുവരെ പുറത്തുവിട്ടിട്ടില്ല. അത് അന്വേഷിച്ച രണ്ടാളുകൾക്കും എനിക്കുമല്ലാതെ ആ റിപ്പോർട്ട് എന്താണെന്ന് അറിയില്ല. അതെന്താണെന്നറിയാതെ ഇത്തരം നടത്തുന്ന പ്രതികരണം ഒരിക്കലും പാടില്ലാത്തതാണ്. അതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വരുന്ന വാർത്തകളായാലും ഫേസ്ബുക്ക് പോസ്റ്റായാലും തെറ്റായ നമ്പറാണ്. KC ശോഭിത ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകയാണ്, പ്രതിപക്ഷ നേതാവായ വിധാനസഭയിൽ. ഈ കാര്യത്തിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നടപടി പൂർണ്ണമായും തെറ്റാണ്. ഞാൻ അവരുടെ വിസ്തീർണം ചോദിക്കുന്നുണ്ട്, അതവർ തിരുത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ആലോചിച്ച് അത് നടപടി ചെയ്യും. പക്ഷെ അവർ തിരുത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പ്രവീൺ കുമാറാണ് സംസാരിച്ചത്. നമുക്കറിയാം, MM മണിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടില്ല. മത്സരിക്കില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത വന്നത്. എങ്കിൽ സ്ഥാനാർത്ഥിത്വ പ്രചാരണങ്ങൾ തള്ളാതെയാണ് MM മണി സംസാരിച്ചത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നാണ് പ്രതികരണം. MLA പണി നോക്കി പാർട്ടിയിൽ വന്ന ആളല്ല താൻ, കോൺഗ്രസുകാരാണ് പാർട്ടി തീരുമാനിക്കുന്നതിന് മുൻപ് സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതെന്നും പരിഹാസം. സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്ത് ആര് സ്ഥാനാർത്ഥിയാകണം, എങ്ങനെയാണ് ജയ സാധ്യത, എങ്ങനെയാണ്, ഇതൊക്കെ നോക്കി തീരുമാനിക്കും. ഞാൻ 2 ടേൺ ആയി എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ ജയിപ്പിച്ചു. എനിക്ക് ചെയ്യാമെന്ന് നോക്കാൻ ഞാൻ ചെയ്തിട്ടു. ഇനി പിരിയുന്നതിന് മുമ്പ് ഇതും കൂടെ ഇതും കൂടിയൊക്കെ ഒന്ന് ചെയ്യണമെന്ന് താല്പര്യവും ഇതൊരു ഉദ്ഘാടനം നടത്തി വണ്ടി എവിടെ ഇറങ്ങുന്ന നില ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. അത് പാർട്ടി പറയണ്ടേ, പാർട്ടി പറയുന്നല്ലോ ചെയ്യും. പിന്നെ അതെന്റെ ജോലിയല്ലേ. അതെന്താണ് ഇപ്പൊ MLA പണി നോക്കി പാർട്ടി വന്നതല്ലല്ലോ നമ്മളതിനൊക്കെ എത്രയോ മുമ്പ് വന്നതാ. വർഷം എത്രയാണെന്നറിയോ? തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിനെതിരായ അച്ചടക്ക നടപടി ബാർ കൗൺസിൽ ഇന്ന് പരിഗണിക്കും. 3-അംഗ അച്ചടക്ക സമിതിയാണ് വിഷയം പരിശോധിക്കുന്നത്. നടപടിയുടെ ഭാഗമായി ആന്റണി രാജുവിനും ബന്ധപ്പെട്ട കക്ഷികൾക്കും നോട്ടീസ് നൽകും. വിശദമായ വാദം കേട്ട ശേഷമാകും നടപടികളിലേക്ക് ബാർ കൗൺസിൽ കടക്കുക. ആന്റണി രാജുവിന്റെ നടപടി ഗുരുതരവും നാണക്കേടുമാണെന്നാണ് ബാർ കൗൺസിലിന്റെ വിലയിരുത്തൽ. കേസിൽ 3 വർഷം തടവിനാണ് നെടുമങ്ങാട് കോടതി ആന്റണി രാജുവിനെ ശിക്ഷിച്ചത്. മറ്റു വാർത്തയിലേക്ക്. നിലമ്പൂർ മുൻ MLA PV അൻവറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ചോദ്യം ചെയ്തത്. ED കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ വായ്പാ തട്ടിപ്പ്, ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തൽ, അനധികൃത സ്വത്ത് വർധനവ് തുടങ്ങിയ കേസുകളാണ് അൻവറിനെതിരെ
ചുമത്തിയിട്ടുള്ളത്. നേരത്തെ അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും സുഹൃത്തുക്കളുടെ വീട്ടിലും ED റെയ്ഡ് നടത്തിയിരുന്നു. ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അൻവർ ഒരേ ഭൂമിയിൽ 2 വായ്പ എടുത്തുവെന്നാണ് പ്രധാന പരാതി. കൊല്ലത്തെ വ്യവസായിയും പ്ലാന്ററുമായ മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയെ തുടർന്നായിരുന്നു വിജിലൻസിന്റെ അന്വേഷണം. ഇതിന് പിന്നാലെയാണ് കള്ളപ്പണ ഇടപാടിൽ ED കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. പരാതിക്കാരൻ മുരുകേഷ് നരേന്ദ്രനെ വിളിച്ച് ED മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.